എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതി രേഷ്മ തങ്കച്ചൻ ബിഗ് ബോസിലേക്ക് പോയില്ല, പോയപ്പോൾ ഇറക്കി വിട്ടു, ഫ്ലൈറ്റിൽ നിർത്തി ചാടി എന്ന പല കഥകളും കേൾക്കുന്നു. ആ കഥകളുടെ യാഥാർത്ഥ്യം നമുക്കൊന്ന് ചുരുളഴിച്ചു നോക്കിയാലോ? അതാണ് പ്രധാന വിഷയം. അതോടൊപ്പം രേഷ്മ തങ്കച്ചൻ അവരുടെ വ്യക്തിപരമായ യൂട്യൂബ് ചാനലിൽ ഒരു പ്രത്യേക തരം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത വീഡിയോയെ കുറിച്ച് നമുക്ക് കാണാം. അപ്പോൾ കൂടുതൽ ലാഗ് എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പേ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആ സബ്സ്ക്രൈബ് ബട്ടനെ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രേണുസുതി ബിഗ് ബോസിൽ പോയി. രേണുസുതി ബിഗ് ബോസ് രേഷ്മ തങ്കച്ചൻ ബിഗ് ബോസിൽ പോയി, രേഷ്മ തങ്കച്ചൻ ബിഗ് ബോസിലുണ്ട് എന്ന് പരക്കെ പല പ്രൊഡിക്ഷൻ ലിസ്റ്റിലും കാണാൻ സാധിച്ചു. ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള ലിസ്റ്റിൽ വരെ വന്നു. ബിഗ് ബോസ് രേവതി അവരുൾപ്പെടെ പറഞ്ഞു രേണുസുതി ഫ്ലൈറ്റ് കയറി, രേണുസുതി അവിടെ ഇറങ്ങി, ഇപ്പൊ തയ്യാറോ ഡാൻസ് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോ അതുമായിട്ടനുബന്ധിച്ചിട്ട് സജീന എന്ന് പറയുന്ന രേണുസുതിയുടെ ഉറ്റ മിത്രം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇതല്ല നമ്മുടെ പ്രധാന വിഷയം, അടുത്ത ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് പ്രധാന വിഷയം. എന്നാൽ ഇതൊന്ന് കേട്ടോ. അവരിട്ട പോസ്റ്റ്, ഈ ലോകത്ത് ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണുസുതിയാണ്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്നെ അവഹേളിക്കൂ, എന്നെ അപമാനിക്കൂ, എന്നെ ആക്ഷേപിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അത് മേടിച്ചത്. അല്ലാതെ ചുമ്മാ നിന്നൊരു സ്ത്രീയുടെ നേലോട്ട് കുറച്ച് അവഹേളനം, കുറച്ച് ആക്ഷേപം അങ്ങനെ കൊണ്ട് വെച്ചതല്ല. അവർ കാണിച്ച സാധനത്തിനുള്ളത് കിട്ടിയതാട്ടോ. അത് പ്രിയ സജീന മനസ്സിലാക്കുക കേട്ടോ. മനസ്സിന്റെ നിയന്ത്രണം കൈവിടാതെ പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു നിരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു. നീലാരംഭ അല്ല, ആ സാധനമൊന്നും അല്ല അവര് വായി തോന്നുന്ന വെളിവുകളെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അടുത്ത ദിവസം വന്നിട്ട് അത് മാറ്റി പറഞ്ഞിട്ട് അടുത്ത ദിവസം വന്നിട്ട് വേറെ പറഞ്ഞിട്ട് അവരാണോ നിളാന്തരോ ആ സാധനം അല്ല പിന്നെ ബാക്കി ജീവിതം തുഴഞ്ഞ് മുന്നോട്ട്, തുഴഞ്ഞ് മുന്നോട്ട്. ഇത് വല്ലാത്ത തുഴച്ചിലായിപ്പോ എൻ്റെ പൊന്നളിയാ. ഉള്ളിലെ വിഷമം ആരെയും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞ് മുന്നോട്ട്. ഓക്കെ. ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു. ഈസ് ഇറ്റ് ട്രൂത്ത്? ഓക്കെ, അവിടെ ചെന്നുള്ള പുഴുക്കുത്തെല്ലാം കാണിച്ച് ലാലേട്ടൻ എന്തെങ്കിലും പറയും, രേണു നിങ്ങളിത് ചെയ്ത തെറ്റാണ്, താനാരും എൻ്റെ തന്ത എന്നോട് ഇത് ചോദിക്കാൻ എന്ന് പുള്ളിക്കാരി ചോദിക്കും. ബിഗ് ബോസ് പറയുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങളാരും ബാത്റൂം ഉപയോഗിക്കാൻ പാടില്ല. താനാരും എൻ്റെ തന്തയോ എന്നോട് ബാത്റൂം യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ അങ്ങനെ ഒരു പ്രത്യേകതരം കളിയപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുള്ളിക്കാരി അവിടെ പോകുകയാണെങ്കിൽ, പുള്ളിക്കാരി പോകുന്നില്ല കേട്ടോ, ഇതിലേക്ക് നമുക്ക് വരാം. പോകുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും 1-2 പ്രണയം റീച്ചിന് വേണ്ടിയിട്ടെങ്കിലും ഉണ്ടാക്കിയിരിക്കും. ബാക്കി നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാകണം. വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം. ഷോ തുടങ്ങിയിട്ട് പോലും ഇല്ല, ടെലികാസ്റ്റ് തുടങ്ങിയിട്ട് പോലും അപ്പോഴത്തേനും വോട്ട് അഭ്യർത്ഥന തുടങ്ങി. PR ഓക്കെ. വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം. നെഗറ്റീവ് കമന്റായി ആരും വരണ്ട. ഓക്കെ, വരുന്നില്ല, നെഗറ്റീവ് കമന്റ് ഇല്ല, ഫുൾ പോസിറ്റീവ് വൈബ്സ് ഉള്ളി. രേഷ്മ എന്ന് കേട്ട അപ്പോഴും പോസിറ്റീവ് വാരി അങ്ങ് വെതറി ഞങ്ങള്. മനസ്സിലായോ? ഇതിനകത്ത് ബിഗ് ബോസിന്റെ റൂൾസ് പ്രകാരം അറിയാൻ സാധിക്കുന്നത്, അങ്ങനെ നേരത്തെ ഇതുപോലെ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പേ അത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അത് പുറത്താക്കും, പല കണ്ടസ്റ്റൻസിനെയും പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആയതിനാൽ രേണുസുതിയുടെ മിത്രം രേണുസുതിയെ മടിയിലിരുത്തിക്കൊണ്ടെടുത്ത ഫോട്ടോയ്ക്ക് ഇട്ട സാധനമാണിത്. അപ്പൊ ഇവർ പോകുന്നുണ്ട് എന്ന് നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്ന സമയത്ത് രേണു അവരുടെ ചാനലിൽ വന്നിട്ട് ഞാൻ പോയിട്ടുള്ള, ഞാനിവിടെ എൻ്റെ വീട്ടിലുള്ള പ്രസന്റ് സാർ, ഹാജർ സാർ, പക്ഷെ വിളിച്ചാൽ ഞാൻ പോകും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ടു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കുറെ കണ്ടു ഞാൻ എന്നല്ലേ പറഞ്ഞേ? ഞാനിതൊന്നും കാണത്തില്ല, ഞാൻ കമന്റ് ഒന്നും വായിക്കത്തില്ല, ഞാൻ വീഡിയോ കാണത്തില്ല എന്നല്ലേ പറഞ്ഞേ? കണ്ടിട്ട് കൂട്ടുകാർ പറഞ്ഞു തരുമല്ലേ, ഇപ്പൊ കാണുമല്ലയോ? അപ്പൊ കാണത്തില്ല, ഇപ്പൊ കാണും. ഈ സജിനയാണോ വിളിച്ച് ഈ വ്ളോഗേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്ത് ഒരു കുത്തോ ഹോമയോ പോലും ഇല്ലാതെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്? ഇപ്പൊ ഞാൻ കണ്ടു. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ കാണത്തില്ല, ഇവന്മാരുടെ ഒന്നും വീഡിയോ ഞാൻ കാണത്തില്ല, പക്ഷെ അതൊരു ബ്ലോഗ്സിനെതിരെ ഞാൻ കേസ് കൊടുക്കും. ഇതൊന്നും ഞാൻ കാണത്തില്ല, പക്ഷെ ഡാനിസത്തിനെതിരെ ഞാൻ ക്ലാസ് കൊടുക്കും. ഇതൊന്നും ഞാൻ കാണത്തില്ല, പക്ഷെ ഞാൻ പ്ലെയിനിൽ കയറി എന്നെ ഇറക്കി വിട്ടു, ഇതൊക്കെ ഞാൻ കണ്ട്. എന്തരാണോ ഇതുപോലെ കള്ളം പറയുന്ന ഒരാളല്ല, വേറൊരാളും കൂടെ എനിക്കറിയാം.
ഇതിപ്പോ ഒരാള്. ഇപ്പൊ ഈ വീട്ടിൽ ഇരിക്കുവാണ്. ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. നല്ല ഈ വീഡിയോ നേരത്തെ എടുത്തു വെച്ചാണോ എന്ന് അറിയത്തില്ല. ഏതായാലും ബിഗ് ബോസ് ഷോ ടെലികാസ്റ്റ് തുടങ്ങാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വരെ ബിഗ് ബോസ് വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബിഗ് ബോസ് ആണ്. നമുക്ക് തകർക്കാൻ, നമുക്ക് പൊളിക്കാൻ, നമുക്ക് നിങ്ങളുടെ എല്ലാം പ്രത്യേകമായ സപ്പോർട്ടും ഒരു സഹകരണവും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് തകർത്ത് മാറണം നമുക്ക്. ഓക്കെ. ഇനി ഇത് മാത്രമല്ല, രേണു ചില പല കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, മകന്റെ കഴുത്തിലെ പാടുൾപ്പെടെ. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അവരെ ഉപദ്രവിക്കുന്നത് കാരണം കുഞ്ഞ് എന്തോ അവനെ എന്തോ എന്നാന്നറിയാം പുല്ലിനകത്ത് ചെന്ന് എന്തോ ചെല്ലി ഇവിടെ അങ്ങാണ്ട് ബാക്കില് അത് ഇവർക്ക് ആർക്കും അറിയത്തില്ല കുഞ്ഞിന് എന്ത് പറ്റിയതെന്ന്. ഇവിടെ എവിടാണ്ടോ എന്തോ ചെല്ലി പോലെ എന്താണെന്നറിയില്ല. ഇതാണോ നിങ്ങളൊരു കുഞ്ഞിനെ വളർത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ നോക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്? എന്തോ പറ്റി, എന്തോ പറ്റി, എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. നല്ല പാരന്റിങ്. ഇതുപോലത്തെ മാതാപിതാക്കൾക്ക് വിളിച്ചെന്തെങ്കിലും കൗൺസിലിംഗ് രേണു ചട്ടുകം വെച്ച് പൊള്ളിച്ചതാണെന്ന് ഒന്നും അറിയത്തില്ലാത്തവരാ, നമ്മളെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഇതുപോലെ പറയുന്നത്. അതുപോലെ ഒരു ഇത് കാര്യങ്ങളെല്ലാം ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ആരും ഉപദ്രവിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യാറുമില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ എന്റെ 5 വയസ്സുള്ള മോനെ നിങ്ങൾ നോക്കിക്കോ, കൊണ്ടോക്കോ, ബാധ്യത കൊണ്ടോക്കോ, അങ്ങനെ ചെയ്യാല്ലേ? ഉപദ്രവിക്കത്തില്ല, അങ്ങനെ ചെയ്യാം. ഇവര് ഉപദ്രവിച്ചില്ലെന്ന് നമുക്കറിയാൻ പാടില്ല കേട്ടോ. ഇത് എന്താണ് ബാക്കി പറ. അതിന്റെ ഒരു ഉദാഹരണം കിച്ചു വന്നത് 13ാമത്തെ വയസ്സിലാണ്. തീരെ കുഞ്ഞായിട്ട് തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും പൊന്നളിയാ കിച്ചുവിന്റെ കഥ പറയല്ലേ. കിച്ചു വന്നു കുഞ്ഞു വയസ്സിലാണ്, ഞങ്ങൾ സാറ്റ് കളിച്ചു. വേറെ ഒരു വീട്ടിലും നടക്കാത്ത ഫ്രഷ് സാധനം. അതായത് ഒരു കുഞ്ഞു കൊച്ചുണ്ട്, 5 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. കൊച്ചിൻ്റെ കൂടെ സാറ്റ് കളിക്കുക എന്നുള്ളത് രേഷ്മ തങ്കച്ചന്റെയും കൊല്ലസുധിയുടെ വീട്ടിൽ മാത്രം നടന്നിട്ടുള്ള ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? എന്തരാണോ എന്തോ. ഏതായാലും നമ്മൾ വീണ്ടും ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ, ബിഗ് ബോസ് സീസൺ 7 ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു നാളെ കൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യും. നാളെ അറിയാൻ പറ്റും ഏതൊക്കെ കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ടെന്ന്. നിലവിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ മാത്രമാണ് വരുന്നത്. ഈ ഒരുപാട് ചാനലുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന കാര്യങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ച് ലീക്ക് ചെയ്ത് കൊണ്ടുവരും. അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും നമുക്കില്ല. അതുകൊണ്ട് അത്തരം സാധനങ്ങളൊന്നും വരില്ല. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾക്കെതിരെയുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ മാത്രമായിരിക്കും എൻ്റെ ചാനൽ വരുന്നത്. മാക്സിമം ഞാൻ തമാശയായിട്ട്, സർക്കാസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം. എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെ ചെയ്യുന്നതെന്ന്. 1-2 എപ്പിസോഡുകൾ പാളിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ രേണു ഇനി ശരിക്കും ബിഗ് ബോസിലേക്ക് പോയിട്ട് അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് വന്നിരുന്ന നാടകം ഇറക്കുന്നതാണോ, അത് രാവിലെ ഈ വാർത്തകളൊക്കെ വന്നിട്ട് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ വെച്ച് വാർത്ത ചെയ്തിട്ട് പോയതാണ്? ഇവര് ലോക കള്ളിയായിട്ട് ഒന്നും വിശ്വസിക്കാനും പറ്റത്തില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തും. മറ്റു വീഡിയോ ആയിട്ടാണ്. ബൈ.